ഇന്ന് ജനുവരി മാസം 3-ാം തീയതി പരിശുദ്ധ കത്തോലിക്ക തിരുസഭ നവോത്ഥാന നായകനായ വിശുദ്ധ ചാവറ പിതാവിൻ്റെ ഓർമ്മദിനം കൊണ്ടാടുകയാണ്. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. പ്രത്യേകമായിട്ട് നമുക്കിന്ന് CMI, CMC സന്യാസ സഭയിലുള്ള എല്ലാ അംഗങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ സ്വർഗീയ മധ്യസ്ഥൻ്റെ ഈ ഓർമ്മദിനം അവർക്കേവർക്കും അനുഗ്രഹമാകട്ടെ എന്നും അവരിലൂടെ ഒരുപാട് പേര് ഈശ്വരകൃപ അനുഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് പരിശുദ്ധ കത്തോലിക്ക തിരുസഭ ഭാരതമണ്ണിൻ്റെ പുണ്യവാനായ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവിൻ്റെ ഓർമ്മദിനം കൊണ്ടാടുന്നു. ചാവറ കുടുംബത്തിൽ കുര്യാക്കോസിൻ്റെയും മറിയത്തിൻ്റെയും 3-ാമത്തെ മകനായി 1805 ഫെബ്രുവരി മാസം 10-ാം തീയതി കുര്യാക്കോസ് ഏലിയാസ് കൈനകരിയിൽ ജനിച്ചു. ഭാരതത്തിന്റെ അപ്പസ്തോലനായ തോമാസ് ലീഹായിൽ നിന്നും വിശ്വാസം സ്വീകരിച്ചുവെന്ന് പറയപ്പെടുന്ന പകലോമറ്റം കുടുംബത്തിന്റെ ഒരു ശാഖയാണ് ചാവറ കുടുംബം. മാമോദീസായിൽ കുര്യാക്കോസ് എന്നായിരുന്നു പേര്. എന്നാൽ അമ്മ കുഞ്ചാക്കോച്ചൻ എന്നാണ് വിളിച്ചിരുന്നത്. മകന്റെ ശാരീരികവും ആത്മീയവുമായ വളർച്ചയിൽ അമ്മ വളരെയധികം ശ്രദ്ധാലുവായിരുന്നുവെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. 1811 പണ്ഡിതനായ ഒരു ആശാന്റെ കീഴിൽ പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിച്ചതു മുതൽ ആ കുരുന്നു മനസ്സിൽ അറിവിന്റെ ദീപശിഖ ആളിപ്പടരുവാൻ തുടങ്ങി. 1817 മുതൽ ഒരു സർക്കാർ വിദ്യാലയത്തിലാണ് തന്റെ പഠനം തുടർന്നത്. 5 വർഷത്തെ നിരന്തര പരിശ്രമ ഫലമായി തമിഴും മലയാളവും സ്വായത്തകമാക്കി. 1816 അതായത് തന്റെ 11-ാം വയസ്സിൽ പള്ളിപ്പുറത്ത് സെമിനാരിയിൽ ചേർന്നു. മാതാപിതാക്കളുടെയും സഹോദരന്റെയും മരണം കുര്യാക്കോസിന്റെ സെമിനാരി ജീവിതത്തിന് അല്പം വിഘാതം സൃഷ്ടിച്ചുവെന്ന് വേണം പറയുവാൻ. എല്ലാ എതിർപ്പുകളെയും അതിജീവിക്കുവാൻ കുര്യാക്കോസിന്റെ മരിയ ഭക്തിക്ക് നിഷ്പ്രയാസം സാധിച്ചു. 1821 പൗരോഹിത്യം സ്വീകരിച്ചു. പ്രാർത്ഥനയിലും ധ്യാനത്തിലും മാത്രം ഒതുങ്ങിക്കഴിയാതെ നിർധനരുടെയും നിരാലംബരുടെയും ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ പാവനമായ അഭിലാഷം പൂവണിയുവാൻ അധിക നാൾ വേണ്ടി വന്നില്ല. 1831 മെയ് മാസം 31 CMI സന്യാസ സഭ സ്ഥാപിതമായി. 10 സഹോദരന്മാരടങ്ങുന്ന ആദ്യത്തെ സമൂഹം 1855 രൂപം കൊണ്ടു. 1844 അദ്ദേഹം രൂപതയുടെ മൽപ്പാനായി നിയമിക്കപ്പെട്ടു. വിജ്ഞാനദാഹിയായ കുര്യാക്കോസ് അച്ഛൻ ഈ അവസരം പൂർണ്ണമായും ഉപയോഗിച്ചു. വിദ്യാഭ്യാസപരമായ അദ്ദേഹത്തിന്റെ പദ്ധതികൾ നടപ്പിലാക്കുവാൻ മൽപ്പാൻ സ്ഥാനം വലിയ സഹായമായി. 1846 മാന്നാനത്ത് ക്രൈസ്തവർക്കായി ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു. സംസ്കൃത ശ്ലോകങ്ങൾ വായിക്കുകയോ പഠിക്കുകയോ അബ്രാഹ്മണർക്ക് നിഷിദ്ധമായിരുന്ന ആ കാലത്ത് തികച്ചും വിപ്ലവാത്മകമായ ഒരു കാൽവെപ്പായിരുന്നു അത്. 1861 ചാവറയച്ചനെ പ്രത്യേക അധികാരം കൊടുത്ത് വികാരി ജനറലാക്കി മാറ്റി. കേരള സഭയെ ശീഷ്മയിൽ നിന്ന് രക്ഷിക്കുവാൻ ആ സ്ഥാനം കളമൊരുക്കുകയും ചെയ്തു. റോക്കോസ് പക്ഷക്കാരിൽ നിന്ന് അദ്ദേഹത്തിന് ഉപദ്രവങ്ങളുമുണ്ടായി. ജനറൽ അച്ഛൻ റോക്കോസിനെ കുറിച്ച് മാർപ്പാപ്പയ്ക്ക് കത്തെഴുതി. റോമിൽ നിന്നും അധികാരപ്പെടുത്തിയ ബെർണാർഡിൻ മെത്രാപ്പോലീത്ത 1861 നവംബർ 3 റോക്കോസിനെ സ്ഥാനഭ്രഷ്ടനാക്കി. റോക്കോസ് ശീഷ്മയിൽപ്പെട്ടവർക്ക് അച്ഛൻ മാപ്പ് വാങ്ങിക്കൊടുത്തു. കേരള സുറിയാനി സഭയെ അങ്ങേയറ്റം സ്നേഹിക്കുകയും വിശ്വാസ വ്യതിചലനത്തിൽ നിന്ന് അതിനെ രക്ഷിക്കുകയും ചെയ്ത കർമ്മധീരനായ അച്ഛന്റെ സേവനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് 9-ാം പിയൂസ് മാർപ്പാപ്പ കത്തെഴുതി. ഓരോ ആശ്രമത്തോടനുബന്ധിച്ചും ഇംഗ്ലീഷ് പാഠശാലകൾ തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ടു. മാന്നാനത്തുള്ള സെന്റ് ജോസഫ് പ്രസിന്റെയും നസ്രാണി ദീപിക എന്നറിയപ്പെടുന്ന മലയാള ദീപിക ദിനപത്രത്തിന്റെയും പ്രാരംഭ ശില്പി അദ്ദേഹമായിരുന്നു. 1829 മുതൽ 1870 വരെയുള്ള നളാഗമം അച്ഛൻ രചിച്ചു. സഭയുടെ ഡയറിയാണത്. ഈശോയുടെ ജനനം, പ്രബോധനം, മരണം, മരണാനന്തര സംഭവങ്ങൾ എന്നിവ വിവരിക്കുന്ന 12 അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അനുതാപം. റോക്കോസ് ശീഷ്മയുടെ കാലത്ത് വിശ്വാസികളെ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടി രചിച്ചതാണ് അനസ്താസിയയുടെ രക്തസാക്ഷിത്വം എന്ന ഖണ്ഡകാവ്യം. മരണവീട്ടിൽ പാടുവാനുള്ള ഗീതം ലഘുകാവ്യമാണ്. നല്ലയപ്പന്റെ ചാവരുൾ മരണപ്രതികയ്ക്ക് മാതൃകയാണ്. ധ്യാന സല്ലാപങ്ങൾ ധ്യാന വിഷയങ്ങൾ രചിച്ചതാണ്. കൂടാതെ പ്രധാനപ്പെട്ടവയിൽ വൈദികരെ ഉദ്ദേശിച്ച് 5 കുറിപ്പുകളുമുണ്ട്. 1864 കുര്യാക്കോസ് അച്ഛൻ കൂനമ്മാവിലേക്ക് താമസം മാറി. വിവാഹം ഉപേക്ഷിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച 14 വയസ്സായ അന്ന തെരേസയെയും
പുനർവിവാഹത്തിന് താല്പര്യമില്ലാതിരുന്ന അവളുടെ അമ്മയായ എലിസബത്ത് വാഗയിലിനെയും കർമ്മലീത്ത നിഷ്പാദക 3-ാം സഭയിൽ ചേർക്കുന്നതിന് ലയോപോർദ് OCD അച്ഛനോടൊത്ത് പ്രവർത്തിച്ചു. അവൾക്കും കൂടെ ചെന്നവർക്കും അൽമായ ടെർസറീസ് എന്ന സഭയുടെ നിയമം നൽകി. അവർക്ക് സഭാവസ്ത്രം ലഭിച്ചപ്പോൾ കേരളത്തിലെ ആദ്യത്തെ തദ്ദേശീയ സന്യാസിനി സമൂഹം കൂനമ്മാവിൽ സംജാതമായി. 75 വർഷങ്ങൾക്കുള്ളിൽ അത് 50 മഠങ്ങളുമായി. 40 മണി ആരാധനയുടെ ആരംഭകനായ അദ്ദേഹം ദിവ്യകാരുണ്യ ഭക്തി നാട്ടിൽ പ്രചരിപ്പിച്ചു. അൽമായർക്ക് വേണ്ടി ധ്യാനപ്രസംഗങ്ങൾ ആരംഭിക്കുകയും ജപമാലയും കുരിശിന്റെ വഴിയും സാർവജനീനമാക്കുകയും ചെയ്തു. ദൈവമാതാവിനെ അമ്മയെന്നാണ് അദ്ദേഹം സംബോധന ചെയ്തിരുന്നത്. എളിമ അദ്ദേഹത്തിന്റെ ഗുണവിശേഷങ്ങളിൽ ഒന്ന് മാത്രം. മരണക്കിടക്കയുടെ അടുത്തു നിന്നവരോട് പരസ്പരം സ്നേഹിക്കണമെന്നും പരിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്നേഹിക്കണമെന്നും തിരുക്കുടുംബത്തിന്റെ സംരക്ഷണം തേടണമെന്നും നിയമങ്ങൾ പാലിക്കണമെന്നും അദ്ദേഹം ഉപദേശിച്ചു. 1871 ജനുവരി മാസം 3-ാം തീയതി കൂനമ്മാവിൽ വെച്ച് നിര്യാതനായ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ ഭൗതിക അവശിഷ്ടം മാന്നാനത്തേക്ക് മാറ്റപ്പെട്ടു. 1986 ഫെബ്രുവരി 8-ാം തീയതി പരിശുദ്ധ പിതാവ് ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ കേരളം സന്ദർശിച്ച അവസരത്തിൽ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിൽ ചേർത്തു. തുടർന്ന് 2015 നവംബർ മാസം 23-ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. ഏതെങ്കിലും ഒരു ദൈവാലയത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ അതിൻ്റെ ചുറ്റുവട്ടങ്ങളിലേക്ക് പ്രകാശം പരത്തുവാൻ പരിശ്രമിച്ച ഈ പുണ്യാത്മാവിൻ്റെ ഓർമ്മദിനത്തിൽ നാമൊക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിത മേഖലയിലും കൃപാവരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ ഓർമ്മ പെരുന്നാളിൻ്റെ എല്ലാ സ്നേഹാശംസകളും നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തോടു കൂടെ നേരുന്നു. നമ്മുടെ ജീവിതയിടങ്ങളിൽ ഈ നല്ല അപ്പൻ്റെ ഈ തിരുനാൾ ദിനം നമുക്കേവർക്കും അനുഗ്രഹമാക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.